ഹായ് കൂട്ടുകാരെ, കുട്ടനും കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു ആകാറായി. അങ്ങനെ വിഷുവിന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഞങ്ങൾ കായലരികത്ത് പോയ കാഴ്ചയാണ് കാണുന്നത്. കുഞ്ഞും കണ്ണനും ഉണ്ട് കൂടെ. കുഞ്ഞ് കണ്ണനെ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് സ്റ്റൈലിൽ നിൽക്കുന്നത് കണ്ടില്ലേ? കായലിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കായലിറമ്പിൽ പോയി കുറേ സമയം ഇരിക്കണം. നല്ല തണുത്ത കാറ്റായിരുന്നു. കാറ്റ് ജലത്തിൽ തട്ടുമ്പോഴുള്ള ആ നാദം കേൾക്കാൻ തന്നെ അതിമനോഹരമാണ്. കായലിൽ കൂടി വള്ളവും ബോട്ടും ഒക്കെ പോകുന്നത് കണ്ട് ഞങ്ങൾ കുറേ സമയം അതിൻ്റെ സൈഡിലിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരി കത്തിച്ചു. പിന്നെ കുറച്ച് ചക്രവും പൂക്കൂറ്റിയൊക്കെ കത്തിച്ചു. വിധംകൂട്ടനാണ് എല്ലാത്തിനും തീ കൊടുക്കുന്നത്. കുഞ്ഞിന് കത്തിക്കാൻ പേടി, അതുകൊണ്ട് അകത്തു മാറിയിരിക്കുകയാണ്. കൈ പൊള്ളുമെന്ന് പേടിച്ച് ആണെന്ന് തോന്നുന്നു. അടുത്തേക്കേ വരുന്നില്ല. ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പൊട്ടുന്നൊന്നും വലുതായി വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാം മാറി മാറി കത്തിച്ചു. അങ്ങനെ കുഞ്ഞിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഒരു ചെറിയ കമ്പിത്തിരി കയ്യിൽ കൊടുത്തു. പേടിയുണ്ട് കക്ഷിക്ക്, എങ്കിലും പിടിച്ചിരുന്നു. വിധംകുട്ടന് പണ്ട് മുതലേ തീ കളിക്കുന്ന വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കത്തിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും അതൊക്കെ നോക്കിയിരുന്നു. കത്തിച്ചു കഴിഞ്ഞ് അടുത്ത പരിപാടി കണിയൊരുക്കലാണ്. കണിയൊരുക്കാനായിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ ടൗണിൽ പോയി വാങ്ങിയിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പിന്നെ കണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൻ ഒരു മാല കിട്ടി, പിന്നെ ഒരു കണ്ണാടി, പിന്നെ ഒരു പട്ട്, സ്വർണം, വെള്ളി, നാണയം. ഇതൊക്കെയാണ് ഞങ്ങൾ കണിക്ക് വെച്ചിരുന്നത്. എല്ലാം രാത്രി തന്നെ സെറ്റാക്കി വെച്ചു. കിടന്നപ്പോൾ ഒരുപാട് താമസിച്ചു. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഒരുപാട് താമസിച്ചില്ല കിടന്നത്. അതുകൊണ്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് എണീക്കുന്നുമില്ല.
കണി കാണാൻ രണ്ടുപേരെയും വിളിച്ചു. നല്ല ഉറക്കം. വിളിച്ചിട്ട് എണീക്കാഞ്ഞതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ പൊക്കിയെടുത്തു. കണി കാണിക്കാനായിട്ട് കൊണ്ടുപോയി. കുഞ്ഞിനെ എടുത്തോണ്ട് കണ്ണും പൊത്തിയാണ് ഞാൻ കണി കാണിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെ കുഞ്ഞ് കണി കാണുന്നു. ഉറക്കക്ഷീണം മാറിയിട്ടില്ല കള്ളിക്ക്. കണ്ണ് തുറക്കുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചു. ഒന്ന് നോക്കി. പിന്നെയും തോളെ കിടക്കുന്നു. കുഞ്ഞ് പിന്നെ കണ്ണ് തുറന്നു. കണി കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞ് കണി കണ്ട് അതിനുശേഷം വിതുംകുട്ടനെ പോയി വിളിച്ചു. വിതുംകുട്ടനാണെ വിളിച്ചിട്ട് എണീക്കുന്നുമില്ല. വിതുംകുട്ടനെ പിന്നെ അച്ഛൻ തള്ളി വിടുകയാണ് കണി കാണിക്കാനായിട്ട്. വിതുംകുട്ടൻ കണ്ണും അടച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്, കണ്ടില്ലേ? അങ്ങനെ വിതുംകുട്ടൻ കണി കണ്ടതിന് ശേഷം ആശാൻ എന്ത് ചെയ്തെന്നോ, അവിടെ ഒരു ദിവാങ്കോട്ടുണ്ട്, അതിൽ പോയി കിടന്നുറങ്ങുകയാണ്. കണിയുടെ ഫ്രണ്ടിൽ കിടന്ന് ഒരു കള്ളക്കണ്ണം കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ഇനി ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും ഒരുങ്ങി കാറിൽ കയറി അമ്പലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കുഞ്ഞ് ചേട്ടൻ്റെ മടിയിലേ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ഫ്രണ്ടിലിരുന്നു. ഞാൻ പുറകിലുമായി ഇരുന്നു. വിഷുവല്ലേ, സെറ്റ് സാരി ഉടുക്കാമെന്ന് കരുതി ഞാൻ സെറ്റ് സാരി ഉടുത്താണ് പോയത്. പിന്നെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ച് തലയിൽ വെച്ചിരുന്നു. ദേ അമ്പലം എത്തിയിട്ടും ദേ ഒരാൾ ഇറങ്ങാതെ ചേട്ടൻ്റെ മടിയിൽ തന്നെ ഇരിപ്പാണ്. ഞങ്ങൾ കൊറ്റംകുളങ്ങര അമ്പലത്തിലാണ് പോയത്. അമ്പലത്തിൽ വിഷു ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു. കൊറ്റംകുളങ്ങരയിൽ 2 ക്ഷേത്രമാണ് ഉള്ളത്, ദേവീ ക്ഷേത്രവും കൃഷ്ണൻ്റെ ക്ഷേത്രവും. ആ കോമ്പൗണ്ടിൽ തന്നെ 2 വലിയ ക്ഷേത്രം, ദേവിയും കൃഷ്ണനും. ഞങ്ങൾ ആദ്യം ദേവീ ക്ഷേത്രത്തിൽ തൊഴുതു. അതിനുശേഷം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയാണ്. അങ്ങനെ അവിടെ തൊഴുതു നേർച്ചയിട്ട് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. ഉത്സവത്തിന് നല്ല തിരക്കാണ്. നല്ല നല്ല പ്രോഗ്രാം ഇവിടെ വെക്കാറുണ്ട്. ഞങ്ങൾ മിക്ക ദിവസവും പ്രോഗ്രാം ഇവിടെ കാണാൻ വരും. ഇവിടെ ഒരു ദിവസം ഗംഗക്കുട്ടിയുടെ വയലിൻ കച്ചേരി ഉണ്ടായിരുന്നു. വയലിൻ കച്ചേരിക്ക് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണണേ എല്ലാവരും. കുഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടെ ഓട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കര ഓട്ടം. ഞങ്ങൾ ചുറ്റമ്പലം വലം വെച്ച് തൊഴുതു. കുഞ്ഞ് ചേട്ടൻ്റെ കയ്യാൽ പിടിച്ച് ഓടുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്നു പോലുമില്ല. രണ്ടുപേരും ഓട്ടം തന്നെ ഓട്ടം. അമ്പലത്തിലൊക്കെ തൊഴുതു. അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കണിയെല്ലാം എടുത്ത് മാറ്റി വെച്ചു. എല്ലാ സാധനവും എടുത്ത് മാറ്റി വെച്ചു. ഇനി കാപ്പി കുടിക്കണ്ടേ? ഒരുപാട് സമയമായി. പിള്ളേർക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാപ്പി കുടിച്ചു. ഒരാൾ അറിയാതെ ഞാനൊരു ഫോട്ടോ എടുത്തു, അതാണ് ഇട്ടിരിക്കുന്നത്. ഉച്ചയായപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി. എല്ലാവരും കൂടി ഒരു സദ്യ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അമ്പലപ്പുഴയ്ക്ക് പോയി. അമ്പലപ്പുഴയിലാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ കാറിലേക്ക് പോവുകയാണ്. കുഞ്ഞു പുറകെ ഇരുന്ന് ഭയങ്കര കളി. വിതുംകുട്ടനാണെ ഫ്രണ്ട് കാഴ്ചയും കണ്ടിരിക്കുന്നു. കുഞ്ഞതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടില്ലേ? അടങ്ങിയിരിക്കുന്നതേ ഇല്ല. കുഞ്ഞിന് അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂപ്പൻ്റെ വീട്ടിലല്ലേ എന്ന് ചോദിച്ച് ഭയങ്കര ചിരി കളി. ഇതേ ഫോട്ടോ എടുക്കാനായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് കള്ളിപ്പണി ഇരുന്നതാണ്. പക്ഷെ ഞാൻ ആ വീഡിയോ ആണ് എടുത്തത്. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ഉമ്മയും എനിക്ക് തരും. അങ്ങനെ വീടെത്താറായി. കാക്കാഴം എത്തി. കാക്കാഴ സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാക്കാഴ സ്കൂളിൻ്റെ വാതിൽക്കൽ കൂടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണിത്. ഇവിടെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് പകുതി സ്കൂൾ കെട്ടിടവും പൊളിച്ചു മാറ്റി. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കാഴ സ്കൂൾ കഴിഞ്ഞ് കിഴക്കോട്ടൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ നേരെ പോകണം. റോഡിൻ്റെ ഇരു സൈഡിലും നല്ല ചെടികളും മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. നല്ല കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ തോടുമുണ്ട്. ഈ
തോടിന് പറയുന്ന പേരാണ് കാപ്പിത്തോടെന്നാണ്. പണ്ട് നല്ല വെള്ളമായിരുന്നു, എല്ലാവരും കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇത് മലിനമായി. കണ്ടോ, ഞങ്ങളുടെ വീടെത്തി. അങ്ങനെ പാലം കയറി. ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി. വീടിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് അമ്മയാണ്. അമ്മ ഒരു ടീച്ചറാണ്, അംഗൻവാടി ടീച്ചർ. കുഞ്ഞിന് സന്തോഷമായി. കുഞ്ഞും അമ്മയും കൂടെ ഇവിടെ വന്നപ്പോൾ കളി തുടങ്ങി. അമ്മ വീഡിയോ എടുക്കുന്ന കാര്യം അറിഞ്ഞില്ല. ദേ കുഞ്ഞവിടെ ഇന്ന് തലകുത്തി മറിയുന്നു. അകത്തിരുന്ന അച്ഛനും മകനും കൂടെ എന്തോ കളി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് മഴയും കണ്ടിരുന്നു. ഇനി അകത്തേക്ക് കയറാം. അകത്ത് ചുറ്റിനുമായി ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് ഷോക്കേസിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി അതിൻ്റെ അകത്ത് വെക്കാൻ സ്ഥലമില്ല. ഈ കണ്ണാടി കണ്ടോ, ഇതാണ് ആറന്മുള കണ്ണാടി. ഈ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. മരിച്ചിട്ട് 30ഓളം വർഷമായി. പിന്നെ ഇവിടെ വെച്ച വിഷുക്കണി കണ്ടോ, ഇതാണ് ഇവിടെ വിഷുവിന് വെച്ച കണി. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വ്ലോഗ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.